മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ചമ്മന്തിയാണ്. ചെമ്മീൻ ചേർത്തിട്ടുള്ള ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് തലയും വാലും ഒക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് ചെമ്മീൻ ഒരു ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിന് വെള്ളം ഉള്ളതുകൊണ്ട് ഒരല്പം സമയമെടുക്കും. 5 മിനിറ്റൊക്കെ എടുക്കും ഇത് ഫ്രൈ ആവാനായിട്ട്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളിത് കയ്യിലെടുക്കുമ്പോൾ ഒടിക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഒടിഞ്ഞ് കിട്ടണം. ആ ഒരു പാകത്തിനാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് പാനിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. മുളകും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ്. ഇതിപ്പോൾ പാകത്തിന് ആയിട്ടുണ്ട്. ഇതുപോലെ ഒടിഞ്ഞ് കിട്ടണം. നമ്മുടെ മുളകും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 5-6 ചെറിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി 2ആയിട്ടൊന്ന് മുറിച്ചെടുത്തതാണ്. അല്പം പുളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ വറുത്തെടുത്ത മുളകും കൂടെ ഉണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് എടുക്കുമ്പം നമുക്ക് ആവശ്യമുള്ള അത്ര എരിവിൻ്റെ അനുസരിച്ച് മുളകെടുക്കാം. ഞാനിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. സ്പൂണും കൊണ്ട് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിനകത്തേക്ക് തന്നെ ഒന്ന് തൂത്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങയാണ്. ഞാനിവിടെ ഇതിലേക്ക് ചേർക്കാനായിട്ട് 1.5 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ചെമ്മീൻ്റെ ഇരട്ടിയായിട്ട് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങ ചേർത്തിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ 1-2 പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് അരയ്ക്കുമല്ല, പൾസ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ പൾസ് ചെയ്തെടുത്തതാണ്. ഇത് സൈഡിലുള്ളതൊക്കെ ഒന്ന് തൂത്തിട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ തേങ്ങ ചെയ്തതുപോലെ തന്നെ ചെമ്മീനും ഇട്ടിട്ട് പൾസ് ചെയ്തെടുത്താൽ മതി. 1-2 പ്രാവശ്യം പൾസ് ചെയ്തെടുക്കുമ്പോഴേക്കും അത് പാകമായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഒത്തിരി അരയ്ക്കരുത്. ഇത് ഞാനിപ്പോൾ 2 പ്രാവശ്യം പൾസ് ചെയ്ത് എടുത്തതാണ്. ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ചേർത്ത ഉണക്കമുളകിന് ഇത്ര കളറില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ചമ്മന്തിക്ക് നല്ല ചുമന്ന കളർ കിട്ടാത്തത്. ചമ്മന്തി തയ്യാറാക്കുമ്പോൾ കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറോ നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്താൽ മതി. അപ്പോൾ ചമ്മന്തിക്ക് നല്ല കളർ കിട്ടും. ചമ്മന്തി നമ്മൾ സാധാരണ തയ്യാറാക്കി കഴിയുമ്പോൾ ഒന്ന് ഉരുട്ടി എടുത്ത് വയ്ക്കാറുണ്ട്. അതുപോലെ നമുക്ക് ഈ ചമ്മന്തിയും ഒന്ന് ഉരുട്ടി എടുത്ത് വയ്ക്കാം. നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.